അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. മർഹബൻ ബിക്കും ലേൺ അറബിക് വിത്ത് മീ. ഇന്ന് നാം ചർച്ച ചെയ്യുന്നത് ഷാഇറുൻ മുഹല്ലറമിയിലെ അവസാന കവിയായ ഹുത്തൈഅയെ കുറിച്ചാണ്. ഇൻഷാ അല്ലാഹ് നമുക്ക് നേരെ ക്ലാസ്സിലേക്ക് പ്രവേശിക്കാം. അബൂ മുലൈക്ക ജർബുലുബ്നു ഔസിൽ അബ്സി എന്നാണ് അദ്ദേഹത്തിന്റെ പൂർണ്ണനാമം. അബൂ മുലൈക്ക എന്നത് അദ്ദേഹത്തിന്റെ കുഞ്ഞത്താണ്. ജർബുലുബ്നു ഔസിൽ അബ്സി എന്നാണ് അദ്ദേഹത്തിന്റെ നാമം. ലൊക്കൈബ ബിൽ ഹുത്തൈഅ, അപ്പോൾ ഹുത്തൈഅ എന്നത് അദ്ദേഹത്തിന്റെ ലഖബാണ്, സ്ഥാനപ്പേരാണ്. അങ്ങനെ പേര് വരാൻ കാരണം അന്ന കാന കസീറം വദമീമ, കാരണം അദ്ദേഹം കുള്ളനായിരുന്നു. കസീറും പറഞ്ഞാൽ കുള്ളൻ, നീളം കുറഞ്ഞ ആള്. വദമീമ, വിരൂപിയും കൂടിയായിരുന്നു. അസ്ലമ ഫി സമൻ അബൂബക്കർ റളിയല്ലാഹു അൻഹു, അബൂബക്കർ റളിയല്ലാഹുവിന്റെ കാലഘട്ടത്താണ് ഇസ്ലാം മതം സ്വീകരിക്കുന്നത്. ബനു അബ്സ് ഗോത്രത്തിലാണ് ഹുത്തൈഅ ജനിക്കുന്നത്. പക്ഷേ അദ്ദേഹത്തിന്റെ നിസ്ബയൊന്നും അറിയപ്പെടുന്നില്ല. കാരണം ലറ എന്ന അടിമ സ്ത്രീയിലാണ് ഹുത്തൈഅ ജനിക്കുന്നത്. അദ്ദേഹത്തിന്റെ മാതാവ് ഒരു അടിമ സ്ത്രീ ആയിരുന്നു. അതുകൊണ്ട് തന്നെ ഹുത്തൈഅയും അടിമയുടെ കൂട്ടത്തിലായിട്ട് കണക്കാക്കി. വശബ്ബ മളലൂമൻ, അദ്ദേഹം അക്രമ സ്വഭാവിയായിട്ടാണ് വളർന്നത്. വൈസ ഇഷ്തദ്ദ ഫി ഹജ്ജ ഇന്നാസ്, ഇതുവരെ എന്നാൽ ജനങ്ങളെ ശക്തമായി ആക്ഷേപിക്കുന്ന ആക്ഷേപ കാവ്യം എഴുതുന്ന ആളായിട്ടാണ് ഹുത്തൈഅ വളർന്നത്. വകാനൽ അറബ് യഖാഫൂന ലിസാനഹു, അറബികൾ അദ്ദേഹത്തിന്റെ നാവിനെ ഭയപ്പെട്ടിരുന്നു. വയസ്തർലൂനഹു ബിൽ മാലി, അദ്ദേഹം ആക്ഷേപിക്കാതിരിക്കാൻ ജനങ്ങൾ അദ്ദേഹത്തിന് പണം നൽകിയിരുന്നു. ഖദ് ബലഗ മിൻ ലൗനിഹി, അദ്ദേഹത്തിന്റെ അക്ഷരം ഏതുവരെ എത്തിയിരുന്നു എന്നാൽ അൻഹജ ഉമ്മുഹു വ ഇംറഅതഹു വ ബനീഹി ഹത്താ നഫ്സുഹു, അദ്ദേഹത്തിന്റെ ഉമ്മയെയും ഭാര്യയെയും മക്കളെയും സ്വന്തം നഫ്സിനെ വരെയും അദ്ദേഹം ആക്ഷേപിച്ചിരുന്നു, ഹജ ചെയ്തിരുന്നു എന്നാണ് പറയുന്നത്. كان شاعر المرتدين ضد أبي بكر رضي الله عنه وخلافته في حروب الردة. അബൂബക്കർ റളിയല്ലാഹുവിന്റെ കാലഘട്ടത്തിൽ ഹുറൂബ് രിദ ഉണ്ടായിട്ടുണ്ട്. ഇസ്ലാമിൽ നിന്ന്, മുസ്ലിങ്ങളിൽ നിന്ന് ധാരാളം ആൾക്കാർ മുർത്തദ്ദായിട്ട് പോയിട്ടുണ്ട്. അതിൽപ്പെട്ട ഒരാളായിരുന്നു നമ്മുടെ ഹുത്തൈഅ എന്ന കവി. പിന്നീട് അദ്ദേഹം ഇസ്ലാമിലേക്ക് മടങ്ങി വന്നിട്ടുണ്ട്. ഇൻദമാ സമ്മ സബർഖാൻ ഇബ്നു ബദർ സാഹിബ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സാഹിബായ സബർഖാൻ ഇബ്നു ബദറിനെ ഹുത്തൈഅ ആക്ഷേപിച്ചപ്പോൾ ഖദ് അമർ ഉമർ റളിയല്ലാഹു അൻഹു കൽപ്പിച്ചു ബിഹബ്സിൽ ഹുത്തൈഅയെ അറസ്റ്റ് ചെയ്യാൻ വേണ്ടി. ബിസബബി ഹജഇഹി, സബർഖാനെ ഹജ ചെയ്ത കാരണത്താൽ. അഫ അൻഹു ഉമർ റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന് മാപ്പ് നൽകി. ബാദ അൻ അഖസ അലൈഹിൽ അഹദ, ഒരു കരാർ ചെയ്തുകൊണ്ട് ഉമർ അല്ലാ യഊദ ഇലാ ഹജഇഹി, ഇനി ഒരിക്കലും ജനങ്ങളെ ആക്ഷേപിക്കുകയില്ല എന്ന് പറഞ്ഞപ്പോഴാണ് ഉമർ റളിയല്ലാഹു അൻഹു അദ്ദേഹത്തെ മോചിപ്പിച്ചത്. വയഖാലു ഇന്നഹു ഇഷ്തറാ മിൻഹു ആറാദിൽ മുസ്ലിമീന ബിസലാസത്തി ആറാഫി ദിർഹം, ഇനി ഒരിക്കലും ആക്ഷേപിക്കാതിരിക്കാൻ വേണ്ടി അദ്ദേഹം ഹുത്തൈഅ ഉമർ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് 3000 ദിർഹം വാങ്ങിയിട്ടുണ്ട് എന്നാണ് പറയുന്നത്. അങ്ങനെ ഉമർ റളിയല്ലാഹു അൻഹു വഫാത്താകുന്നത് വരെ ഒരാളെയും ഹുത്തൈഅ ആക്ഷേപിച്ചിട്ടില്ല. പിന്നീട് വഫാത്തിന് ശേഷം, ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ വഫാത്തിന് ശേഷം അദ്ദേഹം പഴയ പോലെ എല്ലാവരെയും ആക്ഷേപിക്കാൻ തുടങ്ങിയെന്നാണ് പറയുന്നത്. ഹിജ്റ 59 അദ്ദേഹം ഹുത്തൈഅ വഫാത്താകുന്നത്. ലൗലാ ഖസാസത്തു തബഅഹി വദനാനത്തു തംഇഹി വഖുബഹി തബ്സിലിഹി ലമ്മാ ഫളലുഹു ഫിൽ മുഖല്ലറമീൻ അഹദൻ. ലൗലാ ഹസാസത്തു തബഅഹി, അദ്ദേഹത്തിന്റെ മോശമായ സ്വഭാവം ഇല്ലായിരുന്നുവെങ്കിൽ, വദനാനത്തു തംഇഹി, അദ്ദേഹത്തിന് താഴ്ന്ന അത്യാഗ്രഹവും, വഖുബഹ തബ്സിലിഹി, അദ്ദേഹത്തിന്റെ അഹങ്കാരവും ഇല്ലായിരുന്നുവെങ്കിൽ, ലമ്മാ ഫളലുഹു ഫിൽ മുഖല്ലറമീൻ അഹദൻ, മുഖല്ലറമീൻ കവികളിൽ വെച്ച് ഏറ്റവും ഒന്നാമത്തെ കവിയായേനെ എന്നാണ് അദ്ദേഹത്തെക്കുറിച്ച് പറയുന്നത്. ഹുത്തൈഅ സുഹൈർ ബിൻ അബീ സൽമയുടെ ശിഷ്യൻ കൂടിയാണ്. അദ്ദേഹം എല്ലാവരെയും ആക്ഷേപിച്ചിട്ടുണ്ട്, ആക്ഷേപകാവ്യമേ രചിച്ചിട്ടുണ്ട്. എന്നിരുന്നാലും അദ്ദേഹം കൂടുതൽ ഹജ ചെയ്തിരുന്നത് സബർഖാനെയും ബഗീലിനെയും കുറിച്ചാണ്. അവരുടെ ആക്ഷേപകാവ്യമാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഖൗമുൻ ഹുമുൽ അൻഫു വൽ അസ്നാബു ഗൈറുഹും വമൻ യുസവ്വി ബിഅൻഫിൻ നഖതി സംബ ദഅൽ മകാരിമ ലാ തർഹൽ ബഗയതിഹാ ഫഖദ് വഫഇന്നക അൻത ത്വാഇമുൽ ഖാസി.